And case number 2. When velocity, electric field and magnetic field are mutually perpendicular to each other. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ ഡയറക്ഷൻ ഓഫ് മോഷൻ വെലോസിറ്റി ഈ രണ്ട് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പിക്ചർ വരയ്ക്കുകയാണ്. ഇത് രണ്ട് മെറ്റാലിക് പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു പ്ലേറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, രണ്ടാമത്തത് ഈക്വലി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ മെറ്റാലിക് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണിക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു പോസിറ്റീവ് ചാർജുള്ള ക്യൂ എന്നുള്ള പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിൽ വരികയാണ്. ഇതാണ് വെലോസിറ്റി വെക്റ്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡ് താഴോട്ടേക്കാണ്, വെലോസിറ്റി വെക്റ്റർ അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ തീർച്ചയായും ഈ താഴെയുള്ള നെഗറ്റീവ് പ്ലേറ്റിന് നേരെ ഇതേപോലെ ഒരു പാരബോളിക് പാത്തിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്നുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് മാത്രം ഉണ്ടെങ്കിൽ ഓരോ പോയിന്റിലും ഇതിനനുഭവപ്പെടുന്ന ഫോഴ്സ് Q/E വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ വെലോസിറ്റി വെക്റ്റർ ഈ ഡയറക്ഷനിൽ കാണിച്ചു. ഫോഴ്സ് അതായത് ഇലക്ട്രിക് ഫോഴ്സ് നേരെ താഴേക്കാണ്, Q/E ആണ്. അതായത് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. ഇനി നമുക്ക് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഇതേപോലെ ഡീവിയേറ്റ് ചെയ്യാതെ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ ഈ ഫീൽഡിൽ നിന്നും പുറത്തേക്ക് വരണം. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് യാതൊരു വിധത്തിലുള്ള ഡീവിയേഷനും ഇല്ലാണ്ട് നേരെ പുറത്തേക്ക് കിട്ടണമെന്ന് വിചാരിച്ചോളൂ. അതായത് അൺഡീവിയേറ്റഡ് ആണ്. അൺഡീവിയേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. ഈ അവസ്ഥയിൽ ഈ കേസിൽ ഇതിൻ്റെ മുകളിലുള്ള ഫോഴ്സ് Q/E താഴേക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആവണമെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ഈ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ഫോഴ്സ് അവിടെ നിലവിൽ വരണം. അപ്പോൾ നമ്മളിവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ് വെർട്ടിക്കലി അപ്പ് ആണെങ്കിൽ, ഇതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഈ പാർട്ടിക്കിൾ ഒരു വ്യത്യാസമില്ലാതെ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് വെലോസിറ്റി ഇതുപോലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പറാണ്. ഈ ഡയറക്ഷനിലായിരിക്കണം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഫോഴ്സ് മുകളിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പം ഞാൻ ഈ ഒരു ചിത്രം ഞാൻ ഒന്നും കൂടെ ഒന്ന് മാറ്റി വരക്കുകയാണ്. ഒരു രണ്ട് മെറ്റാലിക് പ്ലേറ്റ് എടുത്തു. വൺ പ്ലേറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് അനദർ വൺ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇലക്ട്രിക് ഫീൽഡ് താഴോട്ടേക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തു. ചാർജ്ഡ് പാർട്ടിക്കിൾ Q ആണ്. അതിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കാണിക്കുന്ന ഈ ഡയറക്ഷനിലാണ് വരിക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പറാണ്. അതും കൂടെ കാണിച്ചിട്ടുണ്ട്. ഞാനൊന്നും കൂടി പറഞ്ഞു തരാം. ഇവിടെ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് താഴോട്ടേക്കാണ്, Q/E ആണ് വരിക. ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈ പാർട്ടിക്കിളിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ അൺഡീവിയേറ്റഡ് ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിട്ടുകയും ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇനി ഓപ്പോസിറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക നോക്കാം. അതായത് മുകളിലുള്ള മെറ്റാലിക് പ്ലേറ്റ് നെഗറ്റീവായിട്ടും താഴെയുള്ള പ്ലേറ്റ് പോസിറ്റീവായിട്ടുമാണ് കാണിക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടുന്ന് മുകളിലേക്കായിരിക്കും, അതായത് വെർട്ടിക്കലി അപ്പായിരിക്കും. ഇനി ചാർജ്ഡ് പാർട്ടിക്കിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാണിക്കുകയാണ്. ദിസ് ഈസ് ദ വെലോസിറ്റി വെക്റ്റർ ഓഫ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇനി ഇവിടെയാണ് പോസിറ്റീവ് പ്ലേറ്റ് എങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് നേരെ മുകളിലേക്കായിരിക്കും. അതായത് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ് പ്ലേറ്റിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്, അതേ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ പാർട്ടിക്കിൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആയിട്ട് നേരെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടിയിരുന്ന ഫോഴ്സ്, അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ് നേരെ താഴേക്ക് വരണം. ഇങ്ങനെ മാഗ്നറ്റിക് ഫോഴ്സ് താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ
വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ ഒബ്സർവറാണ്. ഈ പേപ്പറിന് പെർപെൻഡിക്കുലറായിട്ട് ഒബ്സർവറിന് നേരെ വരുന്ന ഡയറക്ഷൻ, അതിനാണ് നമ്മൾ ടുവേർഡ്സ് ദ ഒബ്സർവർ എന്ന് പറയുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇതേപോലെ വരണം. ഇങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് നേരെ താഴോട്ടേക്കാണ് വരിക. ഈ പറയുന്ന എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനെ ഞാൻ നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അനുസരിച്ച് ഒന്ന് മാറ്റി വരയ്ക്കാമെന്ന് വിചാരിച്ചോളൂ. അതായത് ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയെ ഞാൻ ഇങ്ങനെ എക്സ് ഡയറക്ഷനിൽ കാണിച്ചു. ഇതാണ് വെലോസിറ്റി വെക്ടർ വരിക. ഇലക്ട്രിക് ഫീൽഡ് നേരെ മുകളിലേക്കാണ്, അതായത് വൈ ഡയറക്ഷനിലാണ് വരിക. അപ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് ദ ഒബ്സർവർ ആണ്. അതിന് നമുക്ക് പേപ്പറിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആക്സിസിൽ ഇങ്ങനെയാണ് കാണിക്കാൻ പറ്റുക. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനി ഇവിടെയാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മൾ കാണിക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫോഴ്സ് വരിക. അപ്പോൾ ഇതായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരിക. ഇനി നമ്മൾ തിയറം അനുസരിച്ച് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് മാഗ്നറ്റിക് ഫോഴ്സ് നേരെ താഴേക്കാണ്. അപ്പോൾ ഇവിടെ കാണിക്കേണ്ടത് ഇങ്ങനെയാണ്, എഫ് എം കാണിക്കും. ഞാൻ ഇതിനെ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് ഒന്ന് എഴുതാൻ പോവുകയാണ്. ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് എഫ് ഇ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു ഇ ആണ്. ഞാൻ ഇനി വെക്റ്റർ ഇ എന്ന് എഴുതുന്നില്ല, അതിന് പകരം ഡയറക്ഷൻ യൂണിറ്റ് വെക്ടറിൻ്റെ രൂപത്തിൽ കൊടുക്കാൻ പോവുകയാണ്. വെർട്ടിക്കലി അപ്പാണ്, വെർട്ടിക്കലി അപ്പ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ വൈ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് യൂണിറ്റ് വെക്ടർ ജെ ആയിരിക്കും. ജെ ക്യാപ്പ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ക്ലിയർ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നേരെ മുകളിലേക്കാണ് വരിക, പോസിറ്റീവ് വൈ ഡയറക്ഷനിലാണ്. ഇനി ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് നേരെ താഴേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ വി ബി സൈൻ തീറ്റ, ഇവിടെ സൈൻ തീറ്റ എഴുതേണ്ട കാര്യമില്ല, കാരണം വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയത് കാരണം സൈൻ 90 ആണ്, സൈൻ 91 ആണ്, എഴുതേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഡയറക്ഷൻ മൈനസ് വൈ ഡയറക്ഷൻ ആയതുകൊണ്ട് യൂണിറ്റ് വെക്ടർ മൈനസ് ജെ ആയിട്ട് വരും. അപ്പോൾ ക്യൂ വി ബി, ആ മൈനസ് സൈന് ഞാൻ ഇവിടേക്ക് എഴുതി, ജെ ക്യാപ്പ് വരും. ലോറൻസ് ഫോഴ്സ് അനുസരിച്ച് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സിൻ്റെയും, അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും സമ്മാണ്. ഞാനതിനെ ഒരുമിച്ച് എഴുതുകയാണ്. ക്യൂ ഇ ജെ പ്ലസ് ഈ ഫാക്ടറാണ്. അപ്പം മൈനസ് ഞാൻ അവിടെ എഴുതി, മൈനസ് ക്യൂ വി ബി ജെ ആണ് വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അനുഭവപ്പെടുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സ് വരിക. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിൽ ഇത് രണ്ടും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ ഞാൻ ആ കണ്ടീഷൻ ഇവിടെ എഴുതുകയാണ്. അതായത് ക്യൂ വി ബി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു ഇ. രണ്ട് ഫോഴ്സും ഈക്വലാണ്, മാഗ്നിറ്റ്യൂഡിൽ ഈക്വലാണ്, ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പം ക്യൂ വി ബി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു ഇ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് വി ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ബി. ഇവിടെ ചാർജ് നേരെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു ക്രോസ്ഡ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ, ക്രോസ്ഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ക്രോസ്ഡ് ഫീൽഡ്, ഓർത്തോഗണൽ ഫീൽഡ് അല്ലെങ്കിൽ ക്രോസ്ഡ് ഫീൽഡ് എന്ന് പറയാം. ഇങ്ങനെയുള്ളൊരു ക്രോസ്ഡ് ഫീൽഡിൽ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആവുന്ന രീതിയിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് വെലോസിറ്റിയിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമുക്കിതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ ഒരു ഡിസൈഡ് വെലോസിറ്റിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വെലോസിറ്റിയിലുള്ള ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും, സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വെലോസിറ്റി സെലക്ടർ എന്നാണ് വിളിക്കുക. ഇതിന് നമ്മൾ വീൻസ് സെലക്ടർ എന്നുകൂടെ വിളിക്കാറുണ്ട്. കാരണം ഇത് ആദ്യമായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റാണ് വിൽഹം വീൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിവൈസിനെ വീൻ സെലക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള തോംസൺ സീബൈഎം എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, ജെ തോംസൺസ് കാത്തോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റിലും ഇതേ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈഡ് വെലോസിറ്റിയെ സെലക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ക്രോസ്ഡ് ഫീൽഡ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്.